അപ്പോ ശബരിമല സ്വർണ്ണക്കേസില് രണ്ട് വഴിത്തിരിവുകളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒന്നാമത്തേത് ദേവസ്വം ബോർഡ് മെമ്പർമാര് പ്രതികളായി എന്നുള്ളത്. രണ്ടാമത്തേതാണ് പ്രധാനം. അതായത് പ്രധാന സാക്ഷി ഗോവർദ്ധനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിട്ടി എന്നുള്ളത് തന്നെ. ഇതോടെ ഉന്നതന്മാര് കുടുങ്ങും എന്നുറപ്പായി. നമസ്കാരം. അപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് SIT അന്വേഷണത്തിന് ഇറങ്ങിയപ്പോ 3 പ്രധാന വിഷയങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. അതായത് ദ്വാരപാലക ശില്പങ്ങൾ, അതുപോലെ തന്നെ കട്ട്ള, വാതില്. അപ്പോ ഈ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ ശബരിമലയിലെ കൊള്ള എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇത്രയും നാള് ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തി അവരെ പ്രതികളാക്കി കൈ കഴുകാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാർ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാർ കൂടി പ്രതിയാകുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ഒരു മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ അതിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർന്ന് കുറെ തീരുമാനങ്ങൾ എടുക്കും. അതിന്റെ ഉത്തരവ് ഇറക്കുന്നത് ആരാ? സെക്രട്ടറിയാണ്. അതുപോലെ തന്നെയാണ് ദേവസ്വത്തിന്റെയും ഒരു സംവിധാനം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് മെമ്പർമാർ ചേർന്ന് യോഗം കൂടി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. അതിന്റെ സെക്രട്ടറി ഉത്തരവിറക്കുന്നു, അല്ലെങ്കിൽ കത്തിടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ ഒരു ദേവസ്വം സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഒരു കത്തിടപാടും ഒരു ഉത്തരവും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വെളിച്ചത്ത് വന്നിരിക്കുന്നു. അതായത് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറിയാതെ ഒരു കത്ത് പോലും ഈ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പോവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ അവിടെ ഇന്ന് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ കൂടി, അതും രാഷ്ട്രീയ നോമിനികളായിട്ടുള്ള, രാഷ്ട്രീയക്കാരായിട്ടുള്ള, സർക്കാരിന്റെ നോമിനികളായിട്ടുള്ള ദേവസ്വം മെമ്പർമാർ കൂടി ഇന്ന് പ്രതികളായിരിക്കുന്നു എന്നുള്ളതാണ്. 2019 ആ സ്വർണ്ണപ്പാളി വിവാദം നടക്കുന്ന സമയത്ത് മെമ്പർമാരായിരുന്നത് A. പത്മകുമാറും ശങ്കർദാസും K. രാഘവനുമാണ്. അപ്പോൾ അവരേതായാലും പ്രതികളാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും നല്ല കാര്യം. ഇനി അതുക്കും മേലേക്ക് രാഷ്ട്രീയക്കാരിലേക്ക് ഈ കേസ് പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജനങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്നുള്ളതൊക്കെ നടക്കാറില്ല. ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാര് മരിച്ചതിന് ശേഷവും കേസ് തീരാത്ത അവസ്ഥയായിരിക്കും. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരൊക്കെ ഇതുപോലെയുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത്, അവർക്ക് ആ ധൈര്യം കിട്ടുന്നത് എന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും. അടുത്തതാണ് വളരെ പ്രധാനം എന്നുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് സ്പോൺസർ ആണോ എന്നുള്ളത് ആണ് ആദ്യം ഒരു സംശയം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതായത് ദേവസ്വത്തിന്റെ രേഖകളിൽ സ്പോൺസർ ആണെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെയും ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒരു മാർക്കറ്റിംഗ് ഏജന്റ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള പണം ചിലവാക്കിയല്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇവിടെ ഓൾറെഡി സ്വർണം പൊതിഞ്ഞ ആ ഒരു വസ്തു എന്ന് പറയുന്നത് ചെമ്പുപാളിയാക്കി മാറ്റി വീണ്ടും സ്വർണം പൂശുക എന്ന് പറയുന്നത്, അതായത് പൊതിഞ്ഞ സാധനം കളഞ്ഞിട്ട് പൂശുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അത് സ്വർണം വേർതിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇത്ര ഗ്രാം സ്വർണം കിട്ടി, അതായത് 900 സംതിങ് ഗ്രാം കിട്ടി. അതിൽ 400 ചില്ലാനം ഗ്രാമേ ഉപയോഗിച്ചുള്ളൂ. ബാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിലുള്ള സ്വർണം തന്നെ ഉപയോഗിച്ചിട്ട് വീണ്ടും ബാക്കി വന്ന അവസ്ഥയിൽ പുറത്തു നിന്നും സ്വർണം സമാഹരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു. അതിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരൊറ്റ വ്യക്തി എന്ന് പറയുന്നത് കർണാടകയിലെ റൊദ്ധം ജ്വല്ലറി എന്ന് പറയുന്ന ജ്വല്ലറി നടത്തുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 200 ഗ്രാമും 121 ഗ്രാമും എന്നുള്ള കണക്കില് മൊത്തത്തിൽ 321 ഗ്രാം ഈ കട്ട്ള പണിക്ക് വേണ്ടിയിട്ട് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലിന് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ വാതിൽ പണിയണം, അപ്പൊ താങ്കൾക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് പോയത്. അങ്ങനെ അദ്ദേഹം അയ്യപ്പന്റെ കാര്യമല്ലേ, അയ്യപ്പ ഭക്തനായിട്ടുള്ള അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അതിന് സമ്മതിച്ചു. അങ്ങനെ 321 ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അവിടെ നിന്ന് പോറ്റി സമാഹരിച്ചു. ഇതുപോലെ എത്ര പേരിൽ നിന്ന് ഒരേ കാര്യം പറഞ്ഞ് സ്വർണം സമാഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം ഡൊണേഷനായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഏതായാലും പണം പോയി, ഞാൻ അയ്യപ്പന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്, അവർക്ക് വേണ്ട ശിക്ഷ അയ്യപ്പൻ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്ന എത്രയോ ഡോണർമാരും അതുപോലെ തന്നെ സ്വർണം നൽകിയിരിക്കുന്നവരും ഉണ്ടാകും എന്നുള്ളത് അന്വേഷണ പരിധിയിൽ വരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു, അതുപോലെ പ്രമുഖ വ്യക്തികളുടെ മുമ്പിൽ കൊണ്ടുപോയി ഇത് പൂജിച്ചു, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പ്രദർശനത്തിന് വെച്ചു. ഇവിടെയെല്ലാം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവമാകുമ്പോഴത്തേക്കും ഒരു സാധനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതേ സംഭവം ഇതുപോലെ പൂജ നടത്തുന്ന സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഉരുളി എന്ന് പറയുന്ന ഒരു അവതാരമുണ്ട്.
അതായത് ഉരുളി വെക്കും. ആ ഉരുളിയിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഉത്സവ സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമയത്തൊക്കെ പണം നിക്ഷേപിക്കുന്നത് ഭക്തര്. അതിനെന്തെങ്കിലും കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രം അറിയാം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഓരോ വീടുകളിൽ കൊണ്ടുപോയപ്പോഴും അവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ദക്ഷിണയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ, ഉരുളി വെച്ചിട്ടുണ്ടോ, ആ ഉരുളിയിൽ എന്തെങ്കിലും പണം വന്നിട്ടുണ്ടോ, ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് സ്വർണം സ്വീകരിച്ചിരിക്കുന്നത് എത്ര പേരിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം ഈ സ്വർണത്തിൻ്റെതായിട്ടുള്ള റെസീറ്റ് ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ധനസമാഹരണം അല്ലെങ്കിൽ ഈ പണം സമ്പാദിക്കൽ എന്ന് പറയുന്നത്, അയ്യപ്പനെ വെച്ചുകൊണ്ടുള്ള ധനസമ്പാദനം എന്ന് പറയുന്നത് നടന്നിട്ടുണ്ട്. അത് നടത്താനുള്ള ധൈര്യം പോറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നടത്താനുള്ള സ്വാതന്ത്ര്യം പോറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് മെമ്പർമാരും രാഷ്ട്രീയക്കാരും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും.